Good morning. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എടുത്തോണ്ടിരുന്നത് എവിടെ വരെയാണ് കംപ്ലീറ്റ് ആയത്? സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ നെക്സ്റ്റ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിനൻസ് ഹോസ്പിറ്റലിലെ വാഷ് ചെയ്തിട്ടുള്ള ലിനൻസ് നമ്മള് ക്ലീൻഡ് ആക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരു 3 സംവിധാനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അതിൽ ഓരോ ഹോസ്പിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും അവർ ചൂസ് ചെയ്യുക, ഏതെങ്കിലും ഒരു സിസ്റ്റം ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. രണ്ടാമത് സെക്കൻഡ് വൺ ആണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്. മൂന്നാമത്തത് മിക്സഡ് ലിനൻ സർവീസസ്. അപ്പൊ അത് മൂന്നും തമ്മില് വളരെ ക്ലോസ്ഡ് ആണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദി സെൻട്രൽ റൂം. ഈ ഒരു സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ഒരു മെയിൻ ആയിട്ടൊരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു മെയിൻ സെൻട്രൽ റൂമിൽ നിന്നുമാണ് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലേക്കും ഉള്ള ലിനൻസിന്റെ വിതരണം നടക്കുന്നത്. അതാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. നോട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സെൻട്രലൈസ്ഡ് AC, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC സംവിധാനങ്ങൾ വെക്കുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു സെന്ററിൽ ഒരെണ്ണം സ്ഥാപിച്ചാൽ അവിടെ നിന്നും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കിട്ടുന്ന രീതി. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ റൂമാണ് അവിടെ നിന്നുള്ള എല്ലാ ഹോസ്പിറ്റൽ എല്ലാ ഇടങ്ങളിലേക്കും എന്ത് ചെയ്യുന്നത്, ലിനൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ നിയന്ത്രിക്കുന്നത് ആ ഒരു സെൻട്രൽ റൂം ആയിരിക്കും. Then this facilitates a better control over the staff. ഇത് നമുക്ക് ഇങ്ങനെ ഒരൊറ്റ റൂം, ഒരൊറ്റ സെൻട്രൽ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് അല്ലെ. ഒരൊറ്റ യൂണിറ്റ് ഉള്ളൂ, അപ്പൊ നമുക്ക് ആ ഒരൊറ്റ യൂണിറ്റിലെ കാര്യങ്ങൾ മാത്രം നമുക്ക് മോണിറ്റർ ചെയ്താൽ മതി, അതിനനുസരിച്ചുള്ള സൂപ്പർവിഷൻ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബെനിഫിഷ്യലും കൂടിയാണ്. ഇപ്പൊ ഒരു സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇതിൽ നിന്ന് എപ്പോഴും ഏതെങ്കിലും ഒരു ടൈപ്പിനെ കുറിച്ച്, ഒരു സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു സെൻട്രലൈസ്ഡ് ലിനൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഇവിടെ ഇഷ്യൂ ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ, ലിനൻ സർക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ലിനൻസ് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനെ സാധാരണ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഒരു സെൻട്രൽ റൂം ആയിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നുമാണ് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലേക്കുമുള്ള ലിനൻസ് വിതരണം നടത്തുക. ഇതിന്റെ ഈ ഒരു ഫെസിലിറ്റി എന്തിനു സഹായിക്കുന്നു? ദിസ് ഫെസിലിറ്റേറ്റ്സ് എ ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. അപ്പൊ അവിടെയുള്ള ഒരൊറ്റ യൂണിറ്റ് ഉള്ളൂ, ഒരൊറ്റ സെൻട്രൽ റൂമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ സ്റ്റാഫുകളെ നമുക്ക് നന്നായിട്ട് ബെറ്റർ ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായകമാണ്. മനസ്സിലായോ? ഒന്നാമത് ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ചോദിക്കാനുള്ള ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് വൺ ക്ലിയർ ആയാൽ മാത്രമേ നെക്സ്റ്റ് വൺ പറയുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തേ? ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഓക്കെ. സെക്കൻഡ് വൺ ആണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീസെൻട്രലൈസ്ഡോടെ AC ഒക്കെ ഓർത്താൽ മതി അല്ലെ. അത് എന്താണ് AC വെക്കുക? ഓരോരോ റൂമുകളിലാക്കി വെക്കുന്നു അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻട്രൽ റൂം ഇല്ല,
പകരം ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് ആ യൂണിറ്റുകളിൽ നിന്നാണ് അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് എന്ത് വിതരണം ചെയ്യുന്നത്, തുണിത്തരങ്ങൾ വിതരണം ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, the decentralized linen services under this system, the different units such as ward, operation theatre, etc. are allotted with needed quotas of linen articles. അപ്പൊ ഇവിടെ ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഒരു വീടാണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു റൂം നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നു. ആ റൂമിൽ നിന്ന് ഇപ്പൊ ഒരു എത്ര നിലകളുള്ള ഒരു വീടായിക്കോട്ടെ, ആ നിലകളിൽ എല്ലാ റൂമുകളിലേക്കും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും തുണിത്തരങ്ങള് നമ്മൾ ഓരോ റൂമിലേക്കും വിതരണം ചെയ്യുന്നത് ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നുമായിരിക്കും. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നോക്കിയാൽ ഹോസ്പിറ്റലിൽ പല നിലകളുള്ള ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഒരു ഹോസ്പിറ്റലാണ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും വാർഡുകളും റൂമുകളും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരൊറ്റ ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് വിതരണം ചെയ്യാന്ന് പറയുന്നത് ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർ എന്ത് ചെയ്യും, ഓരോ ഫ്ലോറുകളിലായിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ്, അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിക്കും. തരംതിരിക്കും, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിക്കും. ഇപ്പൊ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ മുതലായവിടേക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ മറ്റ് റൂമുകളിലേക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെ ഓരോ ഏരിയയിലേക്കും വിതരണം ചെയ്യാനായിട്ട് ഇവിടെ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് ആ യൂണിറ്റുകളാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഏരിയാസിലേക്ക് എന്ത് വിതരണം ചെയ്യുന്നത്, ലിനൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെൻട്രൽ റൂം ഉണ്ട്, ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നുമാണ് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നത്. ഇവിടെ ഈ സെൻട്രൽ റൂം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, മറിച്ച് അവിടെ എന്താണ്, ചെറിയ ചെറിയ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിക്കുന്നു. ആ ഓരോ യൂണിറ്റുകളാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇടങ്ങളിലേക്ക് എന്ത് വിതരണം ചെയ്യുന്നത്, ലിനൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ള അവയ്ക്ക് വിതരണം ചെയ്യാൻ ഒരു യൂണിറ്റ്. അതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഓരോ ഫ്ലോറുകളിലാകാം. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു യൂണിറ്റ്, സെക്കൻഡ് ഫ്ലോറിൽ ഒരു യൂണിറ്റ്, തേർഡ് ഫ്ലോറിൽ ഒരു യൂണിറ്റ്, അങ്ങനെയും ആവാം. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഏരിയാസിലേക്ക് തുണികൾ വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ്, ലിനൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു രീതിയാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത്തത് സെക്കൻഡ് വൺ നോക്കിയാണോ? എന്താണ്, ക്ലിയർ ആണോ? സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. ഓക്കെ. മൂന്നാമത്തത് തേർഡ് വൺ ആണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ഒരു മിക്സ് ആണ് അല്ലെ, രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്, ഈ രണ്ട് സംവിധാനവും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അതാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. The linen supplied to certain special areas are done on the basis of decentralization, but the rest of the areas follow centralized linen supplies. ഇവിടെ മിക്സഡ് ലിനൻ സർവീസസിൽ പറയുന്നത് ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ്, ചില പ്രത്യേക മേഖലയിൽ അല്ലെങ്കിൽ പ്രത്യേക ഏരിയാസിലേക്ക് മാത്രം. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ള കൂടുതൽ ഈ പറയുന്ന തുണിത്തരങ്ങൾ ആവശ്യമായി വരുന്ന ചില സ്പെഷ്യൽ ഏരിയാസിലേക്ക് നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റ് ആയിട്ട് തിരിച്ച് അവിടെ നിന്ന് വിതരണം ചെയ്യും. കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ലിനൻസ് ആവശ്യം വരാം, വാർഡുകളിലും അതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ആ യൂണിറ്റിൽ നിന്നായിരിക്കും വിതരണം ചെയ്യുന്നത്. എന്നാൽ അവിടെ ഇപ്പൊ ഏത് രീതിയാണ്, ഡീസെൻട്രലൈസ്ഡ് രീതിയിലാണ് ചെയ്യുക. എന്നാൽ ആ ഒരു സ്പെഷ്യൽ ഏരിയ ഒഴികെ ആ ഹോസ്പിറ്റലിലെ മറ്റെല്ലായിടത്തേക്കും ഏത് രീതിയിലായിരിക്കും വിതരണം ചെയ്യുന്നത്, ഒരു സെൻട്രൽ റൂമിൽ നിന്ന് തന്നെയായിരിക്കും വിതരണം ചെയ്യുന്നത്. അപ്പൊ രണ്ട് രീതിയും വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡും വരുന്നുണ്ട്, സെൻട്രലൈസ്ഡ് സംവിധാനവും വരുന്നുണ്ട്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് രീതി വരുന്നത് സ്പെഷ്യൽ ഏരിയാസിലേക്ക് മാത്രം, അതായത് ലിനൻസ് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന സ്പെഷ്യൽ ഏരിയാസിന് വേണ്ടി മാത്രം ഒരു ഡിഫറെന്റ് യൂണിറ്റ് കൊടുത്ത് ആ യൂണിറ്റിൽ നിന്ന് വിതരണം പെട്ടെന്ന് സാധനങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ഡീസെൻട്രലൈസ്ഡ് രീതിയാണ്.
ഒഴികെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലേക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്, ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. The linen used in our hospital service make a huge effect on the quality of care provided. Every hospital needs to have 6 sets of linen for each bed. അത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഇത്രയും മനസ്സിലായി, 3 രീതി മനസ്സിലായോ? Centralized linen distribution system, decentralized linen distribution system, mixed linen service. Okay ആണോ? വിട്ട് കളയരുത് കേട്ടോ, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം കൂടിയാണ് കേട്ടോ. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ ആ 3 ഓക്കെ. ദെൻ അടുത്തത് പറയുന്നത്, നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. The linen used in our hospital service. നമ്മൾ ഹോസ്പിറ്റൽ സർവീസിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറുമായി ബന്ധപ്പെട്ട ഗുണനിലവാരത്തിലെ അത് ഒരുപാട് വലിയ രീതിയിൽ തന്നെ ഒരു ഹ്യൂജ് എഫക്റ്റ് ആ ഒരു തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങളാണ് നമ്മൾ വരുന്ന ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അല്ലെ മികച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും അവർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കാം, അപ്പോഴെന്താണ് അത് നേരെ ഓപ്പോസിറ്റ് ആയി അല്ലെ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ബാഡ് ആവുന്നു. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ ക്വാളിറ്റി അല്ലെ ഗുണനിലവാരത്തിലും വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല തുണിത്തരങ്ങള് വളരെ വൃത്തിയായിട്ട് വളരെ സമയബന്ധിതമായിട്ട് എത്തിച്ചു നൽകുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലോട്ടറി സർവീസിന്റെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇനി ഓരോ ലിനൻസും അതായത് എത്ര സെറ്റ് വേണം അതാണ് ഈ അടുത്തത് നമ്മൾ നോക്കുന്നത്. ഒരു ബെഡ്, അതായത് ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ എവറി ഹോസ്പിറ്റൽ നീഡ് ടു ഹാവ് 6 sets of linen for each bed. അതായത് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 sets of linen in rotation for 1 inpatient bed at a time. ഒരു സമയത്ത് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം എന്ന് പറയാം, ചോദിക്കാറുള്ളതാണ് കേട്ടോ. 6 സെറ്റ് ഓഫ് ലിനൻ ആണ് വേണ്ടത്. 4 സെറ്റ് ആണോ 5 സെറ്റ് ആണോ 6 സെറ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം എത്ര സെറ്റ് ഓഫ് ലിനൻ വേണം, എത്ര സെറ്റ് വേണം എന്നാ പറയുന്നത്? ഒരൊറ്റ ബെഡിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരൊറ്റ ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം എത്ര സെറ്റ് ഓഫ് ലിനൻസ് വേണം? 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം. അതിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാല് 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ ആണ്. ഒരു ഷീറ്റും ഒരു പില്ലോ കവറും അടങ്ങുന്നതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 6 സെറ്റ്, എത്രനായ 6 ഷീറ്റ് 6 പില്ലോ കവർ അല്ലെ, അങ്ങനെയുള്ള 6 സെറ്റ് ഒരൊറ്റ ഇൻപേഷ്യന്റ് ബെഡിന് വേണ്ടി അറ്റ് എ ടൈം ഉണ്ടായി. ഇനി എന്തിനു വേണ്ടിയാണ് ഈ 6 സെറ്റ് അല്ലെ? ആ ഒരു 6 സെറ്റിന്റെ ആവശ്യമുണ്ടോ അല്ലെ? അതാണ് ഇനി നമ്മൾ പറയുന്നത് റൊട്ടേഷൻ. അപ്പൊ അതില് ഓരോന്നും 2 സെറ്റ് ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ അതില് ആദ്യത്തെ 2 സെറ്റ് എന്തിനു വേണ്ടി, രണ്ടാമത്തത് എന്തിനു വേണ്ടി, മൂന്നാമത്തെ സെറ്റ് എന്തിനു വേണ്ടി, അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് 2 സെറ്റ്സ് ആണ്. 2 സെറ്റ്സ് ഫോർ വാഷ്, കഴുകാനായിട്ടാണ്. അതായത് 1 bedsheet on the way to the laundry while 1 sheets already in laundry washing cycle. അപ്പൊ നമ്മുടെ വീടുകളിൽ നിങ്ങളൊന്ന് ആലോചിക്കാം, ജസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ 2 ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലാണ്. ഒരെണ്ണം നമ്മൾ മുഷിഞ്ഞിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിലേക്ക് എന്ത് ചെയ്യുന്നു, വാഷിന് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ 2 എണ്ണമായോ? 2 സെറ്റ് ആയോ? ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് മെഷീനിൽ ആ പ്രോസസ്സിലുണ്ട്. രണ്ടാമത്തേത് നമ്മൾ വാഷിങ്ങിന് വേണ്ടിയിട്ട് മുഷിഞ്ഞു പോയത് കൊണ്ട് വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നു. അതാണ് 2 സെറ്റ്. അത് തന്നെയാണ് ഹോസ്പിറ്റലിലെയും കാര്യം. ഒരു ബെഡ്ഷീറ്റ് എങ്ങനെയാണ്, ഒരു സെറ്റ് ബെഡ്ഷീറ്റും പില്ലോ കവറും ലോണ്ട്രിയിലേക്ക്, അതായത് മുഷിഞ്ഞോ അത് അഴുക്കായി, അപ്പൊ അത് നമ്മൾ ലോണ്ട്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഒരെണ്ണം ഉണ്ടല്ലോ, അടുത്ത സെറ്റ് എങ്ങനെയാ, ഓൾറെഡി ആ ഒരു ലോണ്ട്രിയുടെ വാഷിംഗ് സൈക്കിളിൽ അതുണ്ട്. അപ്പോ 2 സെറ്റ് ആയില്ലേ? ക്ലിയർ ആവുന്നില്ലേ? മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ, ചോദിക്കണം കേട്ടോ. 2 സെറ്റ് ആയില്ലേ? ഇനി അടുത്തത് 2 sets in use, 2 എണ്ണം ഉപയോഗിക്കാനായിട്ട്. എങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാ ബെഡ്ഷീറ്റ് ഉപയോഗിക്കാം? ഒരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും ഇല്ലേ? കുട്ടികൾ
കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരെണ്ണം എന്ത് ചെയ്യും, ഓൾറെഡി വിരിച്ചിട്ടുണ്ടാവും. ഒരെണ്ണം എപ്പോഴാണോ അത് മുഷിയുന്നത് അല്ലെങ്കിൽ അഴുക്കാവുന്നത് അപ്പൊ മാറ്റി വിരിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വിരിക്കാറില്ലേ? വിരിക്കാറുണ്ടോ? ഉണ്ട്. അത് തന്നെയാണ് രണ്ടാമത്തെ 2 sets in use പറയുന്നത്. അതായത് one bedsheet should be already on the bed. എന്താണ്? ഓൾറെഡി ഒരു സെറ്റ് ബെഡിലുണ്ട്. ഒരെണ്ണം while one should ready to be used. അടുത്തത് ഈ ഒരു വിരിച്ചിട്ടുള്ള ആ ഒരു ഓൾറെഡി ബെഡിലുള്ള ബെഡ്ഷീറ്റിന് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ വന്നാൽ അത് ഉടനെ നമുക്ക് മാറ്റണമെങ്കിൽ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി വെക്കണം, അല്ലെ? അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എത്രയായി? ടോട്ടൽ എത്ര എണ്ണമായി നമ്മൾ പറഞ്ഞത്? ടോട്ടൽ എത്ര എണ്ണത്തെ പറ്റി പറയാം? വെരി ഗുഡ്, 4 എണ്ണമായി അല്ലെ? 4 എണ്ണത്തെ പറ്റി പറഞ്ഞു. ഇനി ബാക്കി 2 എണ്ണം 2 sets in stock. 2 എണ്ണം സ്റ്റോക്ക് ആയിട്ട് നമ്മൾ വെക്കുകയും ചെയ്യും. അപ്പൊ എന്തെങ്കിലും റിപ്പയറോ കാര്യങ്ങളോ വന്നാൽ അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വന്നാലും നമുക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിലും ഇങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ലേ? അമ്മമാരൊക്കെ വെക്കാറുണ്ടായിരിക്കും. നമ്മുടെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് അല്ലെ, നമ്മുടെ അമ്മമാരൊക്കെ ഓൾറെഡി ചെയ്ത് വെക്കുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും, അവരത് ഡാമേജ് ആവുന്നതിനനുസരിച്ച് പുതിയതായിട്ട് പുറത്തെടുക്കും അല്ലെ, അല്ലെങ്കിൽ ഗസ്റ്റോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവർ പുറത്തെടുക്കും കൊണ്ടുവരും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം 6 സെറ്റ് ഓഫ് ലിനൻസ് വേണം. അതിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ആണ്. ചോദിക്കാനുള്ളതാണ് എത്ര സെറ്റ് വേണം. അതിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 3 ആയിട്ടാണ് റൊട്ടേഷൻ നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 സെറ്റ് എന്ന് പറയുന്നത് വാഷിങ്ങിന് വേണ്ടിയുള്ളത് അല്ലെ, കഴുകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരെണ്ണം ഓൾറെഡി ആ വാഷിംഗ് സൈക്കിളില് പ്രോസസ്സിങ്ങിലായിരിക്കും, മറ്റേത് ആ ഒരു വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയായിരിക്കും. അങ്ങനെ 2 സെറ്റ്. അടുത്ത 2 സെറ്റും യൂസ് ചെയ്യാൻ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. ഒരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചിരിക്കുന്നു, അടുത്ത ഒരെണ്ണം എപ്പോ വേണമെങ്കിലും വിരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ദെൻ അടുത്ത 2 സെറ്റ് എന്ന് പറയുന്നത് ഇൻ സ്റ്റോക്ക്, ഓൾറെഡി സ്റ്റോക്ക് ആക്കി വെക്കുന്ന 2 സെറ്റ് ആണ്. ക്ലിയർ ആണോ? 6 സെറ്റ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ചലഞ്ചസ്. എന്തൊക്കെയാണ് നമ്മുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട് അല്ലെങ്കിൽ വെല്ലുവിളികളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. The laundry department faces some major challenges. They are. എന്തൊക്കെയാണ് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ? ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ചലഞ്ചസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്. ഇല്ലേ, നമ്മൾ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടേക്ക് കൊണ്ടുവരുന്ന വഴി ഇപ്പൊ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ല എങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തുണികള് മോഷണം പോവാം അല്ലെ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. കൊണ്ടുപോയിക്കൂടെ? നല്ലൊരു സെക്യൂരിറ്റി കാര്യങ്ങളോ ഇല്ല എങ്കിൽ അത് മോഷണം പോവാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവാം അല്ലെ. അപ്പൊ അത് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. രണ്ടാമത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HAI. പഠിച്ചല്ലേ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ? പഠിച്ചിട്ടില്ലേ? ചാപ്റ്ററായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HAI വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നന്നായിട്ട് നല്ല കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളോടെ അല്ല നമ്മൾ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിലൂടെ ഇത് ഉപയോഗിക്കുന്നത് ഈ ലിനൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. മൂന്നാമത്തത് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് നല്ല രീതിയിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഇത് നമ്മൾ പ്രോസസ് ചെയ്യണം എന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ്സ് പരിശീലനങ്ങളോ കാര്യങ്ങളോ ലഭിച്ചിട്ടില്ല എങ്കിൽ ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ് ആണ്. അതായത് നല്ല രീതിയിൽ നമുക്ക് നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നിർവചിക്കപ്പെട്ടുള്ള ഒരു ഹൈജീൻ പ്രോസസ് അല്ലെങ്കിൽ ശുചിത്വ പ്രക്രിയയുടെ ഒരു
അഭാവം ഉണ്ടായേക്കാം അല്ലെ. ഇപ്പൊ നന്നായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകളാണെങ്കിൽ നമുക്കറിയാം എങ്ങനെ പ്രോസസ് ചെയ്യണം, എങ്ങനെ അത് ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കണം അല്ലെ, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ അതേ സമയം ചിലപ്പോൾ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അറിവോ ഈ ഒരു മേഖലയിൽ ഉണ്ടായില്ലെങ്കിൽ ആ ഒരു ഹൈജീൻ പ്രോസസ്സ് ചിലപ്പോൾ നല്ല രീതിയിൽ നടന്നെന്ന് വരില്ല. അതിന്റെ അഭാവം മൂലവും പല പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം. അപ്പൊ അത് നമ്മുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. നാലാമത്തത് പറയുന്നത് ഹൈ കോസ്റ്റ് അല്ലെ. ഇപ്പൊ പുറമെ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിലും അല്ല എങ്കിൽ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് പുതിയതായിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിലും അത് കുറച്ച് ചിലവേറിയ കാര്യമാണ് അല്ലെ. ചിലവേറിയ കാര്യമല്ലേ. സാധാരണ ചെറിയ ചെറിയ മെഷീൻസ് മതിയാവോ ഇവിടെ? അല്ല, ഒരുപാട് വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം, അതിനനുസരിച്ച് സ്റ്റാഫുകൾ വേണ്ടി വരും. അപ്പൊ അതെല്ലാം എന്താണ് അവർക്ക് ചിലവ് വരുന്ന ഒരു കാര്യം. അത് ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലാസ്റ്റ് വൺ ആണ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. അവിടെ ഉപയോഗിക്കുന്ന ലോണ്ടറി മെഷീൻസ് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നത് അല്ലെ, ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി പോയി കഴിഞ്ഞാല് പിന്നെ ആ ഒരു ദിവസത്തെ ആ ഒരു അത് റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കുന്നത് വരെയുള്ള പ്രോസസ്സുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കില്ലേ? കൃത്യമായിട്ട് സമയത്ത് തുണികൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസിന്റെ തകരാറും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉൾപ്പെടുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്, തുണിത്തരങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ ചെയ്യുന്നത്. രണ്ടാമത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HIVക്ക് കാരണമാകുന്നത്. മൂന്നാമത് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്, ഒരു നല്ല രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹൈജീൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു ശുചിത്വ പ്രക്രിയയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങള്. അതുപോലെ ഹൈ കോസ്റ്റ്, ഉയർന്ന ചിലവ് വരുന്നത്. അതുപോലെ ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസിന്റെ തകരാറുകൾ സംഭവിക്കുന്നത്. ഈ 5 കാര്യങ്ങളും പ്രധാനപ്പെട്ട മേജർ ചലഞ്ചസ് ആണ്. ആര് ഫേസ് ചെയ്യുന്ന? ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ്. ക്ലിയർ ആണോ ചലഞ്ചസ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് ആർ thus responsible for providing safe, clean, ample and timely application of linen to user units of the hospital at the right time, right quality and right place. നോക്കിയേ, ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത് എന്തിനാ റെസ്പോൺസിബിൾ ആണ്? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. റെസ്പോൺസിബിൾ എന്തിനാ റെസ്പോൺസിബിൾ ആണ്? എന്തിനാ റെസ്പോൺസിബിൾ ആ? അവിടെ വരുന്ന പേഷ്യൻസിനായിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ വളരെ സുരക്ഷിതവും സമൃദ്ധവും അതുപോലെ തന്നെ വളരെ വൃത്തിയുള്ളതും വളരെ സമയബന്ധിതമായിട്ടും ലിനൻസ് യൂസർ യൂണിറ്റുകൾക്ക് അല്ലെ, ഉപയോഗിക്കുന്ന യൂണിറ്റുകൾക്ക് അവൈലബിൾ ആക്കി നൽകുക എന്നത്. എങ്ങനെയാ അവൈലബിൾ ആക്കി നൽകുന്നത്? ശരിയായ സമയത്ത്, ശരിയായ ഗുണനിലവാരത്തില്, ശരിയായ ക്വാളിറ്റിയിലും ശരിയായ വിലയിലും ലഭ്യമാക്കി നൽകുക എന്നതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസിനാണുള്ളത് അല്ലെ. ലോണ്ടറിയുമായും ലിനൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമയബന്ധിതമായിട്ട് എത്തിച്ചു നൽകേണ്ടത് ഈ ഒരു ലോണ്ടറി സർവീസിന്റെ ഉത്തരവാദിത്തമാണ്. And every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. അതുപോലെ തന്നെ ഈ ഒരു ലോണ്ടറി സർവീസ് ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുമ്പോൾ ആ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കുറച്ചറിയാം. അവർ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് make sure their patients are comfortable. വരുന്ന ഓരോ പേഷ്യൻസും ഇങ്ങനെയുള്ള ഇപ്പൊ ഒരു ലിനൻസ് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് തരുമ്പോൾ നമ്മൾ അതിൽ കംഫർട്ടബിൾ ആണോ? വരുന്ന പേഷ്യൻസ് അതിൽ കംഫർട്ടബിൾ ആയിരിക്കണം അല്ലെ. അവന് വളരെ സൗകര്യപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. ആൻഡ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ദേ ആർ സേഫ് ആൻഡ് ഹെൽത്തി. അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് ശരിക്കും ആത്യന്തികമായിട്ട് ശരിക്കും എന്താ അവർ ഉദ്ദേശിക്കുന്നത്? വരുന്ന പേഷ്യൻസ് വളരെ സുരക്ഷിതവും ആരോഗ്യകരവുമായിട്ടായിരിക്കണം പോവേണ്ടത് അല്ലെ. അതെന്തുകൊണ്ടാണ്?
ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ, നല്ലൊരു ഹൈജീൻ പ്രോസസ് അവിടെ ഫോളോ ചെയ്തില്ല എങ്കിൽ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസിന് അത്ര കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിലൂടെ പല പല രോഗങ്ങളും അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ പേഷ്യൻസ് സേഫ് ആണ് അല്ല, അല്ലെ? ആ പേഷ്യൻസ് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. പക്ഷെ ഈ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏതൊരു പ്രോസസ്സിലൂടെ നമ്മൾ ആ പേഷ്യൻസ് ചെയ്യുമ്പോഴും, ലിവൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും കൊടുക്കുമ്പോഴും അവിടെ വരുന്ന പേഷ്യൻസിന്റെ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് യാതൊരുവിധ അസുഖങ്ങളും വരാതെ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് അവരെ സുരക്ഷിതമായിട്ട് വിടുക എന്നതും ആ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ ആ ഹോസ്പിറ്റല് നോക്കേണ്ട കാര്യമാണ്. ക്ലിയർ ആണോ? ഈ ലാസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമായിരുന്നത് കംപ്ലീറ്റ് ആയി നമ്മുടെ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടാണ്. ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് മോഡ്യൂളിലാണ്, ചാപ്റ്റർ 6 കേട്ടോ. An overview of health and hospital administration. An overview of health and hospital administration കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് പഠിച്ചു കാണും അല്ലെ? പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ്. അങ്ങനെ ഒരു 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി വരും. അങ്ങനെ ഒരു 2-3 ചാപ്റ്ററുകൾ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ അവരുടെ, അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട കുറെ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അവരുടെ പ്രിൻസിപ്പിൾസ്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ്, ഈ പറയുന്ന ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിന്റെ എഫക്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ അല്ല, എന്നാലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ഭാഗമൊക്കെ നിങ്ങൾ ഒന്ന് കേട്ടിരുന്നാൽ മതി. മിസ് പറയുന്ന പോയിന്റ്സ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് വെറുതെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, ഓരോന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതെന്താണ് എന്നൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിരിക്കുന്നതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്ന് വായിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ചാപ്റ്റർ 6 ആണ്, An Overview of Health and Hospital Administration കേട്ടോ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം എന്താണ്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പേരിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊക്കെ ചോദിച്ചാലും ഇതെല്ലാം സെയിം ഫീൽഡ് തന്നെയാണ് കേട്ടോ. അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇതിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്. എല്ലാം ചോദിച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്, എല്ലാം ഒറ്റ ഫീൽഡ് തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് ചോദിക്കാം, അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള പേരുകളെല്ലാം എന്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്? ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതിന്റെ മറ്റൊരു പേര് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും. ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണേ. അപ്പൊ ആ ഒരു ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ആദ്യത്തെ സെന്റൻസിൽ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വരെ കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവിടെ വരെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇതൊക്കെ മറ്റു പേരുകളാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. And is the field that is related to leadership,
management and administration of public health system, leadership, the secondary and the healthcare system, hospital and hospital networks in all the primary, secondary and tertiary sectors. So, ഇതില് പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് പഠിച്ചില്ലായിരുന്നു. 3 ടയറായിട്ട് പഠിച്ചില്ലേ? പ്രൈമറി ഹെൽത്ത് സെന്റർ, സബ് സെന്ററുകള് പഠിച്ചില്ലേ? 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ലെവൽസ് പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നു. അപ്പൊ അതുപോലെ അതൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഈ 3 ലെവൽസ് അല്ലെങ്കിൽ ഈ 3 സെക്ടറുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകള് മുതലായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ മാനേജ്മെന്റ് അല്ലെ, അതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം മുതലായവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത്, ആദ്യത്തെ ആ ഒരു 4 നിങ്ങൾ ആദ്യം നോക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇവയെല്ലാം ഒരൊറ്റ മേഖലയാണ്, ഒരൊറ്റ ഫീൽഡാണ് എന്ന് മനസ്സിലാക്കി. എല്ലാം സെയിം തന്നെയാണ്. അത്രയും മനസ്സിലായില്ലേ? ഇനി ലാസ്റ്റ് ഇത് നോക്കാം. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടറുകൾ, ഈ പറയുന്ന ഹോസ്പിറ്റലുകളും അതുപോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെട്ടത് പ്രൈമറി സെക്ടറിൽ ഉൾപ്പെട്ടവയുണ്ടാവും, സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെട്ടവയുണ്ടാവും, ടെർഷ്യറി സെക്ടറിൽ ഉൾപ്പെട്ടവയുണ്ടാവും. അല്ലെ? ഇല്ലേ? എല്ലാം പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടോ? അല്ലെങ്കിൽ എല്ലാം സെക്കൻഡറിയിൽ ഉൾപ്പെടും? ഇല്ല. അത് അവിടുത്തെ സർവീസുകളും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ ഓരോ ലെവലായിട്ട് തിരിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിൽ ഓരോ ലെവലിലും ഇതിൽ പല പല സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഈ 3 സെക്ടറുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജനാരോഗ്യ സംവിധാനങ്ങള്, ആരോഗ്യ പരിചരണ സംവിധാനങ്ങള്, ഹോസ്പിറ്റലുകള്, ഹോസ്പിറ്റൽ ശൃംഖലകള് മുതലായവയുമായി ബന്ധപ്പെട്ട ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ ഇങ്ങനെയുള്ളത് ഈ 3 സെക്ടറുകളിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ വിചാരിച്ചാലും മതി. ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി മുതലായിട്ടുള്ള 3 സെക്ടർ അല്ലെങ്കിൽ 3 ലെവൽസിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മുതലായിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റേത് പേര് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. എന്താണ് ഈ 3 സെക്ടറുകൾ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഈ 3 സെക്ടറുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങളാവാം, ഹോസ്പിറ്റലുകളും ഹോസ്പിറ്റൽ ശൃംഖലകള് മുതലായവയുമായി ബന്ധപ്പെട്ടുള്ള ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, അല്ലെങ്കിൽ മിസ് ഒന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടിട്ടാ ചോദിക്കുന്നേ. ക്ലിയർ ആണോ? ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ഓക്കെ, പറയാമല്ലോ. നോക്കിയേ, ആദ്യം തന്നെ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിന്റെ അർത്ഥം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഇതെല്ലാം സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ക്ലിയർ ആയോ? ഇതെല്ലാം സെയിം തന്നെയാണ്, ഒരൊറ്റ മേഖല തന്നെ അല്ലെങ്കിൽ ഒറ്റ ഫീൽഡ് തന്നെയാണ്. ഇതിലൊരു വ്യത്യാസവും ഇല്ല. ഇതിലേത് ചോദിച്ചാലും ഒരേ മേഖലയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ പറയുന്ന പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറുകൾ അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി മേഖലകളിൽ ഉള്ള ഹോസ്പിറ്റലുകളാവാം, ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളാവാം, പൊതുജനാരോഗ്യ സംവിധാനങ്ങളാവാം, അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാവാം. അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അല്ലെ ഈ ഒരു 3 സെക്ടറിൽ 3 മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങളാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ഈ 3 കാര്യങ്ങളും ചെയ്യുന്ന അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഫീൽഡാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടത്? ഈ പറയുന്ന 3 സെക്ടേഴ്സിലും ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനത്തിന്റെയും ലീഡർഷിപ്പ് ചെയ്യണം. അവരുടെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ മുതലായ ചുമതലകളാണ് ആര് വഹിക്കേണ്ടി വരിക? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ക്ലിയർ ആണോ ഇപ്പോ? മനസ്സിലായോ ഫസ്റ്റ് സെന്റൻസ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. Then second sentence പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health services for organization and business. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അത് ആ ഭാഗത്തുനിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health services for organizations and business. For organizations, ഈ പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന മെഡിക്കൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സർവീസുകൾ നൽകുന്ന അതുപോലെ തന്നെ അങ്ങനെയുള്ള സർവീസുകൾ നൽകുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും കൃത്യമായിട്ടുള്ള ഓരോ പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ രൂപപ്പെടുത്തേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും കൃത്യമായി ഏകോപനം നടത്തേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുന്നത്? ഫോർമുലേറ്റ്, control and coordinate medical and health services for organizations and business. ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഏത് സ്ഥാപനമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസുകൾ നൽകുന്ന വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരവുമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം ഒരു ബിസിനസ് പരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ആരോഗ്യപരമായിട്ടുള്ള വൈദ്യശാസ്ത്രപരവും ആരോഗ്യപരവുമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സംഘടനകളുടെയും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും രൂപപ്പെടുത്തേണ്ടതും അത് കൃത്യമായി നിയന്ത്രിക്കേണ്ടതും അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏകോപിപ്പിക്കേണ്ടതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ക്ലിയർ ആണോ? സെക്കൻഡ് സെന്റൻസ് ഓക്കെ ആണോ? സെക്കൻഡ് സെന്റൻസ് ക്ലിയർ ആയോ? പിന്നെയും ചോദിക്കുന്നത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഒരാള് മാത്രമാണ് റിപ്ലൈ ചെയ്താൽ മിസ്സിന് മനസ്സിലാവുന്നില്ല, മറ്റുള്ളവർക്ക് ഓക്കെ ആണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ. Then third one പറയുന്നത് as a health care administrator, it manages the benefits of employees as well as create a connection between benefits and physicians. എന്ന് വെച്ചാല് ഇവിടെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ it manages the benefits of the employees. അവിടെയുള്ള എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ അല്ലെ അവർക്ക് കിട്ടുന്ന കുറെ ആനുകൂല്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്.
അതുപോലെ തന്നെ as well as creative connection between the staff. അതായത് അവിടുത്തെ ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ആ ഒരു എംപ്ലോയീസ്, അതുപോലെ തന്നെ അവിടുത്തെ ഫിസിഷ്യൻസ്, മറ്റ് സ്റ്റാഫുകള്, പേഷ്യൻസ് മുതലായവരുമായിട്ട് നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യാനും ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ആരാണ് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവിടെയുള്ള എംപ്ലോയീസ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഈ പറയുന്ന എംപ്ലോയീസ് തമ്മില്, അതല്ലെങ്കിൽ അവരുടെ ഫിസിഷ്യൻസ് തമ്മില്, അവിടെ വരുന്ന പേഷ്യൻസും ഒക്കെ അവരുടെ ഇടയിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് these requirements need a broad grounding business skills and specialized knowledge of the health care field. ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള need a broad ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ്, അല്ലെ? ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇവർക്ക് വേണം. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്, ആരോഗ്യ പരിചരണ മേഖലയിലും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ അറിവുണ്ടാവുമ്പോഴാണ് ഇവർക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുക, അല്ലെ? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ബിസിനസ്, അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളെ കുറിച്ചൊരു ധാരണ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് വേണം, വേണ്ടേ? എന്നാലല്ലേ അതുമായി ബന്ധപ്പെട്ട നല്ല നല്ല സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, വേണ്ടേ? അങ്ങനെ ഒരു അറിവ് വേണ്ടേ? അതുപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ പരിചരണ മേഖലയിലെ കുറിച്ച് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവും ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ആ ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫില് മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഒന്നുകൂടി പറയാണ് കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എല്ലാം ഒരൊറ്റ സെയിം ഫീൽഡ് അല്ലെങ്കിൽ ഒരൊറ്റ മേഖല തന്നെയാണ്. ഇനി എന്താണ് അടുത്തതായിട്ട് പറഞ്ഞത്? പ്രൈമറി, സെക്കൻഡ്, ടെർഷറി, ഈ 3 സെക്ടേഴ്സ് അല്ലെങ്കിൽ ഈ 3 മേഖലകളിലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, പൊതുജനാരോഗ്യ സംവിധാനങ്ങളാവാം, ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാവാം, ഹോസ്പിറ്റലുകളുണ്ട്, ഹോസ്പിറ്റൽ ശൃംഖലകളുണ്ട്, ഇവയുമായി ബന്ധപ്പെട്ട ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മുതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ്, അല്ലെ? വൈദ്യശാസ്ത്രപരവും അതുപോലെ തന്നെ ആരോഗ്യപരവുമായിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പല പല കാര്യങ്ങളും രൂപപ്പെടുത്തേണ്ടതും അതിനെ നിയന്ത്രിക്കേണ്ടതും കൃത്യമായി കോർഡിനേറ്റ് ചെയ്യേണ്ടതും ആരാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അവിടെയുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിഷ്യൻസും ഈ എംപ്ലോയീസും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും ഒക്കെ തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നൊരു ജോലി ചെയ്യണമെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അറിവും ആർക്കുണ്ടായിരിക്കണം? ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ?
റിപ്ലൈ ചെയ്തേ. മിസ് പിന്നെയും പറയുന്നു നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നില്ല. ഒരാൾ മാത്രം റിപ്ലൈ ചെയ്യുമ്പോൾ മിസ്സിന് മനസ്സിലാവുന്നില്ല ഒരാൾക്ക് മാത്രമാണോ ക്ലിയർ ആണ് എന്നുള്ളത്. മറ്റുള്ളവർക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ കറക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. Okay, next, nature, scope and significance of health administration. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വഭാവം എങ്ങനെയാണ്, അതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രാധാന്യം മുതലായ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ also often called health administration and medical administration. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടാ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ പല പേരുകളാണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം. അതിന് മുൻപ് നമ്മൾ ഒരുപാട് പേരും പഠിച്ചു. അപ്പൊ അതെല്ലാം ഒരൊറ്റ മേഖലയാണ്, ഒരൊറ്റ കാര്യത്തിൽ തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ പേരെല്ലാം ഒരൊറ്റ മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചാണ്. ഓക്കെ, and it includes making both daily and long-term decisions that indicate the healthcare system's business strategies. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ്. ഈ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സംവിധാനവുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ബിസിനസ് തന്ത്രങ്ങൾ കുറിച്ചുള്ള ദീർഘകാലാടിസ്ഥാനത്തിൽ ഡെയിലിയുള്ള ഡിസിഷൻസ്, ദിവസേന അവർ ചെയ്യേണ്ട കുറെ തീരുമാനങ്ങളുണ്ട്. അതുപോലെ ലോങ് ടേം ഡിസിഷൻസ്, ദീർഘകാലാടിസ്ഥാനത്തിൽ കുറെ ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഇവയെല്ലാം എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നടത്തുക അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഭരണം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര ജോലിയല്ല. മറിച്ച് എന്താണ്? ഈ പറയുന്ന ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ബിസിനസ് തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുക. അത് ദിവസേന നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കണം. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട്, ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസും എന്ത് ചെയ്യണം? തീരുമാനം, സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് health administration is the practice which manages, leads, oversees, administers the operating of dynamic, complex healthcare entities, including hospitals, long-term care facilities, healthcare system, nursing homes, pharmacies and health insurance providers. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കരിയർ അല്ലെങ്കിൽ ആ ഒരു ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖല എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രാക്ടീസ് ആണ് അല്ലെങ്കിൽ ഒരു രീതിയാണ്. എന്തിനെ കുറിച്ച് രീതിയാണ്? വിച്ച് മാനേജസ്, ലീഡ്സ്, oversees, administer the operating of dynamic complex health entities. അതായത് വളരെ ശക്തമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങൾ. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അതിൽ വരിക? ഹോസ്പിറ്റലുകള്, ലോങ് ടേം കെയർ ഫെസിലിറ്റികള്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസി, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായിട്ടുള്ള ശക്തമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ്, അവരെ മാനേജ് ചെയ്യുക, അവരെ നന്നായിട്ട് നയിക്കുക, അവരെ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുക എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളുടെയും ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഭരണം നടത്തുക എന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ട് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് അവിടെ. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേറെ എന്തെങ്കിലും കൂടി വിളിക്കാൻ പറ്റും? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഹെൽത്ത് കെയർ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജീസ്, ബിസിനസ് തന്ത്രങ്ങള് കൃത്യമായിട്ട് ഡെയിലി ആയിട്ടുള്ള ദിവസേനയുള്ള തന്ത്രങ്ങളാവാം, അല്ലെങ്കിൽ ലോങ് ടേം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു രീതിയാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പ്രാക്ടീസ് അല്ലെങ്കിൽ അതൊരു രീതിയാണ്. എങ്ങനെയാണ് ആ ഒരു രീതി വരുന്നത്? അതായത് വളരെ ശക്തമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ ഏതൊക്കെ വരാം അതില്? ഹോസ്പിറ്റലുകളാവാം, ലോങ് ടേം കെയർ ഫെസിലിറ്റികളാവാം, ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാവാം, നഴ്സിംഗ് ഹോംസ് ആവാം, ഫാർമസികളാവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് മുതലായിട്ടുള്ള ശക്തമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റംസ് അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ സ്ഥാപനങ്ങളുടെയൊക്കെ മാനേജ്മെന്റ്, അതുപോലെ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യുക അല്ലെങ്കിൽ നയിക്കുക, അതുപോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം നടത്തുന്ന ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ രണ്ട് പോയിന്റ്സ്? മനസ്സിലായോ? ഓക്കെ. അടുത്തത്, the importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patient. ഇവിടെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചേർത്ത് അത് ചോദിക്കാറുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇൻവോൾവ്സ് ഡാഷ് എന്ന് ചോദിക്കാം. ഹെൽപ്പിംഗ് എ ഫെസിലിറ്റി ഓപ്പറേറ്റ് ഡെയിലി. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് എങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സൗകര്യം നൽകുന്ന ആ ഒരു സ്ഥാപനത്തിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. രണ്ടാമത്തത്, പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. മൂന്നാമത്തത്, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്. പുതിയതായിട്ട് വന്നിട്ടുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ ജീവനക്കാർക്കുള്ള പരിശീലനങ്ങൾ നൽകുന്നു. നാലാമത്തതാണ് അസിസ്റ്റിംഗ് എവരി പേഷ്യൻസ്. പേഷ്യൻസിന് ആവശ്യമായ സഹായങ്ങളും നൽകുന്നു. ഒരു ഹോസ്പിറ്റലില് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട് എങ്കിൽ അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ആ ഒരു ഫെസിലിറ്റിയിലെ ദിവസേന ഉള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. രണ്ടാമത്തത്, പബ്ലിക്കിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് തയ്യാറാക്കുന്നു. മൂന്നാമത്തത്, പുതിയതായി വരുന്ന എംപ്ലോയീസിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകുന്നു. നാലാമത്തത്, ഓരോ പേഷ്യൻസിനെയും സഹായിക്കുന്നു. ഈ നാല് കാര്യങ്ങളും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. വേഗം ഒന്ന് ഇവിടെ എടുത്ത വരെയുള്ള ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ രണ്ട് പാരഗ്രാഫ് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ക്ലിയർ ആണോ? ഓക്കെ ആണോ? എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ ആണോ? ഏതാണ്ട് പാരഗ്രാഫ് ക്ലിയർ അല്ലേ? ഓക്കെ. തേർഡ് വൺ പറയുന്നത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇതിന്റെ റോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതായിരുന്നു കേട്ടോ. അതിനൊരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അതിന്റെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ health services and everyday activities of a hospital or health care facility. Underline cheyidittu. Hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or health care facility. നമുക്കറിയാവുന്ന സെന്റൻസ് തന്നെയാ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തിന് ഉത്തരവാദികളാണ്, എന്തിന് ഉത്തരവാദിത്തമുള്ള ആളുകളാണ്? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ഹെൽത്ത് സർവീസസ് അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഹെൽത്ത് സർവീസുകൾ, ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ എവരിഡേ ആക്ടിവിറ്റീസ്, ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുകയും ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണുള്ളത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തിന് ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം? ഫോർ ഓർഗനൈസിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ health services and everyday activities of a hospital or health care facility. ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ദിവസേനയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ ആരോഗ്യ സേവനങ്ങളെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.